ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡ്രൈവിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാനവപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബജാജിൻ്റെ പൾസർ 200 NSൻ്റെ 2017 വേർഷനാണ്. ഗ്രാൻഡ് ബജാജ് ചെറുതുരുത്തി ബ്രാഞ്ചിലെ ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ അനൂപ് ഈ വെഹിക്കിളിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലായി പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പുതുതായി പൾസറിൻ്റെ ലോഞ്ച് ചെയ്ത NS 200 2017 മോഡലാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫൈറ്റ് പാനലിംഗ് ആണ്. ഫ്രണ്ട് മഡ് ഗാർഡ്, സൈഡിലത്തെ പാനലിംഗ് എല്ലാം ഗ്രാഫൈറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഡിഫറൻസുകൾ എന്ന് പറയാൻ വരുന്നത് 55.60 DC ഹെഡ്ലാമ്പാണ് വരുന്നത്. പുതിയ NS 200-ന് പഴയത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റിക്കറിങ്ങിലാണ്. ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഈ ടയറിൻ്റെ അലോയ് വീലിൽ കാണുന്ന ഈ സ്റ്റിക്കർ ലേസർ സ്റ്റിക്കറിങ് മോഡലിംഗ് ആണ് പഴയതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ പുതുതിന് വരുത്തിയിരിക്കുന്ന മെയിനായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കുകളെ പറ്റിയാണ്. പിന്നെ ഡിസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ NSൻ്റെ ഡിസ്കിൻ്റെ മോഡൽ വരുന്നത് JL 131005 എന്ന് പറയുന്ന മോഡലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളർ 1x അസംബ്ലി ഡിസ്ക് ഫ്രണ്ട് JL KHI ബ്ലാക്ക് 52 JL 0141 മോഡൽ ആണ്. പഴയ മോഡൽ NS 200-ന് വന്നിരുന്ന റിയർ ഡിസ്ക് ബ്രേക്ക് വന്നിരുന്നത് JL 131218 മോഡലായിരുന്നു. പക്ഷേ പുതിയ മോഡലിന് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഡിസ്ക് റിയർ KHI 52 JL 0142 മോഡലാണ്. പഴയ പൾസറിന് വെച്ച് നോക്കുമ്പോൾ പുതിയ NS 200-ന് വരുത്തിയിരിക്കുന്ന ഡിഫറൻസുകൾ എന്ന് പറയാനുള്ളത് കളേഴ്സ് ആൻഡ് ഗ്രാഫിക്സുകളിലാണ്. പഴയ മോഡലുകളിൽ വന്നിരുന്നതും ബേസിക്കലി ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, റെഡ് എന്ന മോഡലുകളായിരുന്നു. പക്ഷേ പുതിയ മോഡലുകളിൽ വരുന്നത് മെയിൻലി പേൾ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് റെഡ് മോഡലാണ്. പിന്നെ വരുത്തിയിരിക്കുന്ന ഡിഫറൻസ് ഈ ഗ്രാഫിക്സിൻ്റെ ചേഞ്ചുകളാണ്. ഇവിടെ 200 എന്ന് എഴുതിയിരിക്കുന്നതാണ് മെയിനായിട്ട് വരുത്തിയിരിക്കുന്ന ഡിഫറൻസ്. പുതിയ NS 200 2017 മോഡലിൻ്റെ ടയർ വരുന്നത് ഫ്രണ്ട് വരുന്ന 180/1752 ട്യൂബ്ലെസ് ആണ്. റിയർ ടയർ വരുന്നത് 130/171762P ട്യൂബ്ലെസ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ബേസിക്കലി പഴയ NS 200-ൽ നിന്നും പുതിയ NS 200 2017 മോഡലിൻ്റെ സ്പീഡോമീറ്ററിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നോർമൽ ഇൻഡിക്കേറ്റർ, മാനുവൽ RPM പ്ലസ് ഡിജിറ്റൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ പ്ലസ് ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ടാങ്കിൻ്റെ കാര്യമാണ്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12.2 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി പഴയ NSൽ നിന്നും പുതിയ NSനും കമ്പനി സെയിം എൻജിൻ കപ്പാസിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
പുതിയ 2000 പൾസർ NS200ൻ്റെ എൻജിൻ പവർ ചെയ്തിരിക്കുന്ന 99.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ട്രിപ്പിൾ സ്പാർക്ക് എൻജിൻ വെച്ചിട്ടാണ്. മാക്സിമം പവർ എൻജിൻ്റെ വരുന്നത് 9750 RPM-ൽ 23 bhp ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 18.3 Nm at 8000 RPM ആണ്. ഇതുകൂടാതെ പുതിയ NS 200 മോഡലിന് വണ്ടിക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചോട്ടിലുള്ള വൈറ്റ് ഫൈബർ ബെല്ലി പാൻ സിസ്റ്റവും പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് സിസ്റ്റവും ലഭ്യമാക്കിയിരിക്കുന്നു. പുതിയ പൾസർ NS 200 2017 മോഡലിന് പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മുമ്പിൽ വരുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ കൊടുത്തിരിക്കുന്ന മോണോ സസ്പെൻഷനുമാണ്. പുതിയ NS 200 2017 മോഡലിന് വരുന്ന എക്സ് ഷോറൂം പ്രൈസ് 1,04,150 ആണ്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വെഹിക്കിളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്രജിത്ത് സൈനിങ് ഓഫ്. ബൈ.